അടുത്തത് ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ് കേട്ടാ. ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ് ആണ്. Algebra of real functions. Heading it up. Algebra of real functions. Heading. അതിനൊക്കെ ഇതിൽ നമ്മൾ പറയും രണ്ട് ഫങ്ഷൻസ് എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളത്. അപ്പൊ നമ്മൾ എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. രണ്ട് ഫംഗ്ഷനുകൾ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ ടേബിൾ ആഡ് ചെയ്താൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നാണ്. അതൊന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തത് തിരിച്ചതുപോലെ തന്നെ എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? അപ്പൊ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. മൂന്നാമത്തത് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ ആണ് കേട്ടോ. അതായത് ഒരു ഫംഗ്ഷനെ നമ്മൾ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതായത് ആൽഫ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ എഫ് ഓഫ് എക്സ്, സോറി ബ്രാക്കറ്റ് മാറിപ്പോയി. ആൽഫ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ പുറത്തിട്ടിട്ട് എഫ് ഓഫ് എക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതോട് ഈക്വൽ ആണ്. അപ്പൊ ഇത്ര ഒന്ന് എഴുതിയെടുത്തേ. പിന്നെ ഇത്ര എഴുതിക്കും. പേജ് നമ്പർ 43 കണ്ടിട്ട് ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 43. പുതിയ ടെക്സ്റ്റിൽ 36 പേജ് നമ്പർ. എടാ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തേ, നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആരൊക്കെയാന്ന് മനസ്സിലാവുന്നില്ല. ഓൾജിബ്ര പേജ് നമ്പർ 36. പുതിയ ടെക്സ്റ്റിൽ പേജ് നമ്പർ 36, പഴയതിൽ 42. ബോർഡിൽ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക്? ഇതെടുത്താ നിങ്ങൾക്ക് ഈ കൊല്ലം മഴ കാരണം അവധി കിട്ടിയില്ലല്ലോ. അവധി വേണ്ട, സാറ്റർഡേ ക്ലാസ് വെക്കും. ഈ സാറ്റർഡേ ഉണ്ടല്ലോ ക്ലാസ് കഴിഞ്ഞ്. ഓക്കെ, അത് കഴിഞ്ഞ് വായിച്ചോട്ടെ. അടുത്തത് എഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. എഫ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. അപ്പൊ എന്തായിരിക്കും എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇനി പേജ് നമ്പർ അല്ല, നിങ്ങൾ എക്സാമ്പിൾ 16 എടുക്കാട്ടെ. എക്സാമ്പിൾ 16 വായിച്ചോട്ടെ. ഇത് എക്സാമ്പിൾ 16 ക്വസ്റ്റ്യൻ ആയിരിക്കും. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
x square, g of x is equal to 2x plus 1. അങ്ങനെയാണെങ്കിൽ find f plus g of x, f minus g of x, f g of x, f by g of x. കണ്ടുപിടിക്കാലോ. ഫസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 2x plus 1. ഫസ്റ്റത്തെ നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചു വെച്ച് തന്നെ ചെയ്താൽ മതി. എല്ലാം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, തന്നെ ചെയ്യാലോ. ക്വസ്റ്റ്യൻ നോക്കണ്ടല്ലോ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. എക്സ് സ്ക്വയർ പ്ലസ് 2x plus 1 മൈനസ് എന്ത് വരും? മൈനസ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് സ്ക്വയർ മൈനസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ മാർക്ക് പോകും. എക്സ് പ്ലസ് 1 കേട്ടാ. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 1. അടുത്തത് എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ ഇൻറ്റു 2x plus 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 2x ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ. ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ. അടുത്തത് എങ്ങനെ വരും? അപ്പം എക്സ് സ്ക്വയർ ബൈ 2x plus 1. ഓക്കെ, കഴിഞ്ഞ ചെയ്താ നിങ്ങള്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 17 കേട്ടാ. വായിച്ചോട്ടെ. അടുത്തതില് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് g of x is equal to x. Find ചെയ്തു കഴിഞ്ഞ. തന്നെ ചെയ്തോടാ. ആദ്യത്തെ എന്താ കിട്ടിയത്? എക്സ് പ്ലസ് റൂട്ട് എക്സ് അല്ലേ? രണ്ടാമത്തേതില് റൂട്ട് എക്സ് മൈനസ് എക്സ്. മൂന്നാമത്തേല് എക്സ് റൂട്ട് എക്സ് 1 by root x. x by root x by x. ഇതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അതായത് റൂട്ട് എക്സ് ബൈ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാം. എക്സും റൂട്ട് എക്സും കട്ട് ചെയ്ത് കളഞ്ഞു 1 by റൂട്ട് എക്സ്. എന്താ ഏതാ ഫസ്റ്റ് വൺ? സിംപ്ലിഫൈ പുറത്തെടുക്കാൻ വേണമെങ്കിൽ ഇനി നമ്മൾ എന്താ കോമൺ എടുത്ത പുറത്ത്? റൂട്ട് എക്സ് കോമൺ പുറത്തെടുക്കാം. അപ്പൊ ഈ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ഇൻറ്റു
റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ആണ്. അപ്പൊ അത് പുറത്തെടുക്കുമ്പോ എന്ത് വരും? റൂട്ട് എക്സ് പ്ലസ് 1 അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കോമൺ എടുത്ത് ഇത് എങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞില്ലേ? അപ്പൊ ഇതാണ് ഓൾജിബ്രിക് എന്തായിരുന്നു? ഓൾജിബ്ര ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ഫംഗ്ഷനെ വെച്ചിട്ട് എന്ത് ചെയ്ത് ആഡ് ചെയ്യാൻ പഠിച്ച് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ആഡ് ചെയ്യാം, ഡയറക്ട്ലി മൈനസ് ചെയ്യാം, പിന്നെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതൊക്കെ പഠിച്ചല്ലേ? ഇനി അടുത്ത അത്ര ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെയാ പഠിച്ച ഈ ചാപ്റ്ററിൽ? ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് എന്താണ് ഇപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങണത് എന്താ? സെറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ സെറ്റ് എന്താന്ന് പറഞ്ഞ് അത് ഫസ്റ്റ് ചാപ്റ്ററിലായിരുന്നു അല്ലെ? അത് കഴിഞ്ഞിട്ട് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞ്, പിന്നെ എന്താ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻ എന്താന്ന് പറഞ്ഞ്, റിലേഷൻ കഴിഞ്ഞിട്ടാണ് അടുത്ത് എന്ത് പറഞ്ഞത്? ഫംഗ്ഷൻ അതിന്റെ അകത്ത് കൊണ്ടുവന്നത്. പിന്നെ ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് പറഞ്ഞ്, പിന്നെ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ. അപ്പൊ ഈ ഗ്രാഫുകളെല്ലാം പഠിക്കണം. ഫംഗ്ഷന്റെ ഡെഫിനിഷനും ഡിഫൈൻ ചെയ്യാനും പഠിക്കണം. അതായത് പോളിനോമിയൽ ഫംഗ്ഷൻ എന്താണ് ഡെഫിനിഷൻ? പോളിനോമിയൽ ഫംഗ്ഷൻ എന്താ? നിന്നോടാ പറ. പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താ? എന്തായിരുന്നു പോളിനോമിയൽ ഫംഗ്ഷന്റെ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പോളിനോമിയൽ ഫംഗ്ഷൻ ഞാൻ എടുത്തായിരുന്ന? നിങ്ങക്ക് എടുത്തായിരുന്ന? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഐഡന്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ, പിന്നെ റാഷണൽ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, പിന്നെ സിഗ്നം ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ, ഇത്രയും ഫംഗ്ഷനും പഠിക്കണം. അതിന് ഡിഫൈൻ ചെയ്യാനും പഠിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇപ്പൊ പറയുന്ന ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 18 ആണ് മിസ്ലേനിയസ് എക്സസൈസിൽ കേട്ടോ. മിസ്ലേനിയസ് എക്സാമ്പിൾസിൽ നിങ്ങൾ എടുക്കണ്ട, നിങ്ങളത് നോക്കണ്ട, ടെക്സ്റ്റ് അടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Let R be the set of real numbers. Let R be the set of real numbers. Define the real function. Define the real function f from R to R by f from R to R by f of x is equal to x plus 10. Sketch the graph of this function. Sketch the graph of this function. വരയ്ക്കാലോ? ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ വരച്ച പോലെ ടേബിൾ വരയ്ക്കുക. എക്സ് എഫ് ഓഫ് എക്സ്, എക്സ് എഫ് ഓഫ് എക്സ് വരയ്ക്കുക. എക്സിന് ഡിഫറെന്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. എക്സിന് 0 കൊടുക്കുക, വൈ കണ്ടുപിടിക്കുക. വൈക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ് കേട്ടോ ശരിക്കും. എക്സിന് 0 കൊടുക്കുമ്പോ വൈ എന്താവും? വൈ 10. വൈക്ക് 0 കൊടുക്കുമ്പോഴോ? വൈക്ക് 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യണം? 0 കൊടുക്കണം. അപ്പൊ എന്താവും? എക്സ് പ്ലസ് 10 ആണ്. എക്സ് ഈക്വൽ ടു എന്താകും? -10 ആവും കേട്ടോ. വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 എന്ന് പറയാൻ എഫ് ഓഫ് എക്സിന് 0 കൊടുക്കണം എന്ന് അർത്ഥം. അപ്പൊ എന്താകും? എക്സ് ഈക്വൽ ടു -10 കേട്ടോ.
2 പോയിന്റ് മതിയല്ല ഗ്രാഫ് വരയ്ക്കാൻ. -10 കൊടുത്തല്ലോ, വൈക്ക് 0 കൊടുത്തപ്പോ എക്സ് -10 കിട്ടിയതാ. അതിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എക്സിന് 0യ്ക്കും വൈക്ക് 0യും കൊടുത്ത് 2 വാല്യൂസ് കണ്ടുപിടിക്കും. 2 വാല്യൂസ് മതി ഗ്രാഫ് വരയ്ക്കാനേ. ആ പിന്നെ മറ്റേ കേവ് ഒക്കെ വരുന്ന ഗ്രാഫാണ് കുറച്ച്. ഇപ്പൊ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് എന്ത് ഗ്രാഫാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കോൺസ്റ്റന്റ് അല്ല, ഐഡന്റിറ്റി ഗ്രാഫ് അല്ലേ, ചരിഞ്ഞു വരുന്ന ഗ്രാഫ് അല്ലേ ഒറിജിനിലെ കുറി. അപ്പൊ +10 കൂടെ ആഡ് ചെയ്യുന്ന വന്നുള്ളൂ അതിന്റെ കൂട്ടത്തിൽ. എന്ത് പറ്റി? ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ അതിന്റെ ഒരു സ്കെയിൽ ഒരു 2 സെന്റിമീറ്റർ എടുത്താൽ മതി. 2, 4, 8, 10 ഗ്രാഫ് വരയ്ക്കാം. അതില് 2, 4, 6, 8, 10. ആദ്യത്തെ പോയിന്റ് ഏതാ? x0/10. അപ്പൊ 0, 10. 0, 10 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയുള്ളത്? x0 ആവണതെങ്കിൽ എവിടെ ആയിരിക്കും? x0 ആണ് /10. അപ്പൊ എവിടെ ആയിരിക്കും? ഇവിടെയാണ് ആ പോയിന്റ് അല്ലെ. 0, 10 മാർക്ക് ചെയ്യാം. പിന്നെ ഏത് പോയിന്റ് ഉള്ളത്? പിന്നെ അടുത്തത് -10, 0 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കണ്ട, മനസ്സിലായടാ? -10, 0 എവിടെ വരുന്നത്? ഇവിടെ അല്ലെ. -10, 0. അപ്പൊ 2 പോയിന്റ് കിട്ടി. അതിന് നമ്മൾ ജോയിൻ ചെയ്താൽ മതി. നിങ്ങക്ക് കിട്ടിയാടാ? ഇങ്ങനെയാണ് കിട്ടിയത് ഗ്രാഫ്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, f of x is equal, let f and g from R to R, f comma g is from R to R, f of x is equal to x plus 1, g of x is equal to 2x minus 3, find
എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ബൈ ജി. മിസ്ലീനിയസ് എക്സസൈസിൽ ക്വസ്റ്റ്യൻ നമ്പർ 7, മിസ്ലീനിയസിൽ ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താടാ? ഏതാ? ഇതാണോ ഓഫ് എക്സ് ആണോ? ഏതാ? അത് അത് ക്വസ്റ്റ്യനിൽ അങ്ങനെയും തരൂല, വെറുതെ എഫ് പ്ലസ് ജി എഫ് മൈനസ്. അപ്പൊ എന്താ ബോധമുള്ള ആൾക്കാർ കണ്ടുപിടിക്കും അതേപ്പോ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. ഇവിടെ ക്ലാസ്സിൽ ഇങ്ങനെയാണ് കാല എന്റെ മോളിൽ കയറ്റിയാണ് നടക്കണത് കേട്ടാ. അപ്പൊ ആലോചിച്ചിട്ട് ചെയ്യാം, പെട്ടെന്ന് കിട്ടുമല്ലോ അതിന്റെ ആൻസർ. കിട്ടിയാ? ആദ്യത്തതില് എളുപ്പമാണ്. 2x + 1 + 2x - അപ്പൊ ഒരുമിച്ച് എക്സിന്റെ ടേംസുകൾ ഒരുമിച്ച് ചെയ്ത, കോൺസ്റ്റന്റ് ടേംസുകൾ ഒരുമിച്ച് ചെയ്ത അപ്പൊ എന്ത് കിട്ടും? 3x - 2 കിട്ടും. രണ്ടാമത്തതിലാ x + 1 - 2x + 3, അതും എക്സിന്റെ ടേംസ് ഒരുമിച്ച് ചെയ്ത അപ്പൊ എന്ത് വരും? -x + 4 കിട്ടും. മൂന്നാമത്തതിൽ x + 1 / 2x - 3. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഇതാണോടാ? ഇതാണ്. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് എഴുതിയത്. ബ്രാക്കറ്റ് ഇടണം കേട്ടോ. അതായത് x + 1 - 2x - 3 എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാറിപ്പോ കേട്ടോ. അതാ ഞാൻ പറഞ്ഞു ബ്രാക്കറ്റ് ഇട്ടിട്ട് ചെയ്യണം, നിനക്ക് മാറിപ്പോയാ? ഓക്കെ അല്ലേ? അടുത്തത് f of x is equal to x. Let f of x is equal to miscellaneous exercise question number 2 ട്ടാ. Let if f of x is equal to x square, find f of 1.1 minus f of 1 by 1.1 minus 1. Find അതെന്നെ ഇപ്പോന്ന് വീഡിയോ കോൾ വീഡിയോ കോളിലോ ഞാൻ വിചാരിച്ച എന്റെ സൗണ്ട് ഒന്നും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവന്മാരോട്, അപ്പൊ അതാ വരണെന്ന് വിചാരിച്ചു. അടുത്തത് എക്സസൈസ് മിസ്ലീനിയസ് എക്സൈസിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ.
അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് 1.1 കണ്ടുപിടിക്കണം, എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. നോക്കട്ടെ, ആൻസർ ഞാൻ നോക്കിയിട്ടില്ല. കിട്ടിയാ? 1.1 ഇട്ട് കൊടുത്തപ്പോ എത്ര കിട്ടിയത്? 1.1 സ്ക്വയർ എന്താ? 1.1. എന്താ 1.1 സ്ക്വയർ എന്ന് ചെയ്തേക്ക് 1.1 ഇൻറ്റു 1.1. ആ 1.1 ഹോൾ സ്ക്വയർ അതാണ് ഉദ്ദേശിച്ച. ആ അല്ലടാ, നീ പറഞ്ഞത് പോയിന്റ് ഇട്ടിട്ടുള്ള വാല്യൂ ആണോ പറഞ്ഞത്? 1.21 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? 1.1 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി 1ന്റെ എന്താ വാല്യൂ? 1 തന്നെ. ഇനി അത് മൈനസ് ചെയ്തേ. അപ്പൊ എന്ത് വരും? 1.1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1, അല്ലെങ്കിൽ 1.21 തന്നെ ചെയ്തോ. 1.21 മൈനസ് 1 ബൈ 1.1 മൈനസ് 1. ഇതെന്താ 0.1 കിട്ടും കേട്ടോ അടിയിലെത്താം. 0.1 ബൈ മുകളിലത്തെ എന്താ കിട്ടിയ? 2.1. മുകളിലത്തെ എന്ത് കിട്ടൂടാ? 1.21 മൈനസ് 1 എന്ന് പറയുന്നത് എന്താ? 0.21 അല്ലേ? ഇനി എന്ത് ചെയ്യണം? മുകളിലത്തെയും താഴത്തെയും പോയിന്റ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ വിത്ത് 100 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 10 ചെയ്താലും മതി. 2 പോയിന്റ് മാറ്റണമെങ്കിൽ 100 വെച്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു അടിയിലത്തെ മാത്രം 10 വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഇങ്ങോട്ടേക്ക് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ 2.1 ബൈ ഇവിടത്തെ പോയിന്റ് മൊത്തം മാറും ബൈ 1 ആവും. അപ്പൊ ആൻസർ 2.1. 2.1 ആണ് കിട്ടിയത് ആൻസർ. ആൻസർ എത്ര കിട്ടിയ? 0യാ? ആ ഇത്രയും ഭാഗം നോക്കിക്ക് കഴിഞ്ഞാ ചെയ്ത് കഴിഞ്ഞാടാ. നോട്ടുണ്ടോ കയ്യില്? ക്ലാസ്സില. ചെയ്ത് കഴിഞ്ഞാ? എത്ര കിട്ടിയ ആൻസർ? മാധവന് എത്ര കിട്ടിയ? മാധവന് ആൻസർ എത്ര കിട്ടിയ? 2.1. ആ
ഇനി ആ ചാപ്റ്റർ ഒന്ന് ഫുള്ളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കേ കേട്ടാ. ഫുള്ള് നോക്കട്ടെ ആ ചാപ്റ്റർ. ആദ്യം പഠിച്ചിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. വേറെ ക്വസ്റ്റ്യൻസ് തരാം. എന്നാ അതിൽ നിന്ന് ഇടയ്ക്കുന്നൊരു ക്വസ്റ്റ്യൻ ഇടാം. എന്താടാ അടുത്ത ക്വസ്റ്റ്യൻ ഇരിക്കേ. ഇഫ് എ ഈസ് ഈക്വൽ ടു, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാ ചാപ്റ്ററിന് ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 to if a is equal to 1 to 5 6 1 to 5 6, b is equal to 1 2 3, then what is a cross b intersection b cross a? ചെയ്യാലോ. ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടാടാ? കണ്ടുപിടിക്കട്ടോ. ഇന്റർസെക്ഷൻ
എന്തോ 155 15 1,5 ഓഡഡ് പെയർ അല്ലേ? അല്ല, എ ക്രോസ് ബി കിട്ടിയാ? നാലിനല്ലല്ലോ ഉം? ഇന്റർസെക്ഷനിൽ നാലെണ്ണം എത്ര എലമെന്റ്സ്? 5. ആൻസർ ചെയ്തട്ടെ. ഓഡഡ് പെയർ 1,1 1,2 2,1 2,2 നാലെണ്ണം ഉള്ളു കേട്ടോ. ഇതാണോ കിട്ടിയത്? നോക്കുക ആൻസർ. 2,3 വരുന്നുണ്ട്. 2,3 വരണില്ലല്ലോ. വരണുണ്ടോ? എവിടെ 2,3 വന്നു? ആ, ഇത് 5 ആണ് ട്ടാടാ. കിട്ടിയാ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3 4. B is equal to 1 4 9 16 25. Let R be the relation. Let R be the relation. Let R be the relation. Define it from A to B. R is equal to set of all ordered pair x comma y. Y equal to x square. Then find domain of R and codomain of R. Find domain and codomain. മാധവിന്റെ പുറകിൽ എന്താ? അവനെ ഒന്ന് കാണാൻ പറ്റുന്നില്ലടാ. നീ എന്താ മറ്റേ ഇത് ഓണാക്കിട്ടേക്കണേ ഫിൽറ്റർ? കാണാൻ പാടില്ലാത്ത ഫൈൻഡ് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ കേട്ടാ. ക്വസ്റ്റ്യൻ കാണാൻ പറ്റണ്ടോ?
എന്തോ ഇവിടെ എന്താ നമ്മൾ എടുക്കേണ്ടത്? പ്രൊഡക്റ്റ് പോലെ എഴുതണം. എന്നിട്ട് അതിന്റെ അകത്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് മാത്രം എടുക്കുക. ആദ്യം നിങ്ങൾ അതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക കേട്ടാ. എന്നിട്ട് ആദ്യം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണത് മാത്രം എടുക്കുക കേട്ടാ. ആദ്യം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതിയിട്ട് അതിൽ നിന്ന് ഈ കണ്ടീഷൻ y ഈസ് ഈക്വൽ ടു x² എന്നാ പറഞ്ഞ. അപ്പൊ അതിന്റെ അകത്ത് എന്ത് വരും? 1,1 വരും എന്തായാലും. പിന്നെന്താ വേണ്ടത്? 2,4. അപ്പൊ അങ്ങനെ സ്ക്വയർസ് വരുന്ന മാത്രം സാധനങ്ങൾ എടുക്കുക കേട്ടാ. ഇത്രയുള്ള എഴുതിയാ? ഡൊമൈനും റേഞ്ചും കണ്ടുപിടിച്ചാ? അല്ല, ഡൊമൈനും കോഡൊമൈനും നിക്കട്ടെ. ഡൊമൈന് ഇപ്പൊ ഡൊമൈൻ എന്താ കിട്ടിയത്? 1 2 3 4 എ തന്നെ കിട്ടി. കോഡൊമൈൻ ബി തന്നെ കിട്ടൂ കേട്ടോ. നിങ്ങളെങ്ങനെ വരുന്നത് ഇങ്ങോട്ടേക്ക്? എവിടെ വീട്? ഇയാളുടെ വീട് എവിടെ? പനമ്പള്ളി. കഴിഞ്ഞല്ല, അടുത്ത ദിവസം നേരട്ടെ. ഒരു 5 minutes ബ്രേക്ക് കിട്ടാം. അത് തരാവേ. 5 minutes ബ്രേക്ക്. അല്ല, എവിടെ പോകണ്ട. f of x is equal to x³ minus 1 and find f of x plus f of 1 by x. എന്താ കിട്ടിയ? ഫൈനൽ ആൻസർ x³ ആണ് കിട്ടിയത്. അല്ലല്ല, മറ്റേ ഇത് f of x ചെയ്താ പ്ലസ് ചെയ്താ? f of x f of 1 by x കൊടുത്താ? f of 1 by x കൊടുത്തേ. അപ്പൊ f of 1 by x ഒന്ന് കണ്ടുപിടിച്ചേ. 1 by x³ മൈനസ് 1 by x ഇങ്ങനെ വരും. അപ്പൊ ഇത് മുകളിലോട്ട് എടുക്കുമ്പോ എന്ത് കിട്ടും? 1 by x³ മൈനസ് x³ 1 by x³ മൈനസ് x³. ഇനി അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത്രയും ചെയ്താൽ മതി. ഇത്രയല്ലേ കിട്ടിയത് നമുക്ക്. അപ്പൊ ഇതിപ്പോ ഫൈനൽ ആൻസർ ആയിട്ട് എടുക്കുക. എന്നിട്ട് f of x എന്താ?
രണ്ടുകൂടെ ആഡ് ചെയ്യാം കേട്ടാ. അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x is equal to x cube minus 1/x cube പ്ലസ് 1/x cube മൈനസ് എക്സ് ക്യൂബ്. പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും? 0 കിട്ടും കേട്ടാ. ഈ എക്സ് ക്യൂബും കട്ടായി പോകും. 1/x cube 1/x cube കട്ടാവും. ഫൈനൽ ആൻസർ 0. കിട്ടിയാടാ? 0 കിട്ടിയാ? ചെയ്യണേടാ? ഡൗട്ട് ഉണ്ടോ? എന്താ പറ? ഏത് അടിയിലത്തെ സ്റ്റെപ്പാണോ? അതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. ഫൈൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് 1/x. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 0 അല്ലേ കിട്ടിയ എനിക്ക്? ഇങ്ങനെ മഴയാണെങ്കിൽ ചിലപ്പോ നാളെ അവധി കിട്ടുമായിരിക്കും. കിട്ടൂല എന്നല്ലേ? യെല്ലോ അലേർട്ട് ആണല്ലോ. യെല്ലോ. ഓറഞ്ച് ആയിട്ടേ റെഡ് ആവുള്ളൂ. ഓൺലൈൻ ക്ലാസ് വയ്ക്കും. കയറാണ്ടിരുന്നാ പോരെ. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്ന് അവരിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കോ? അപ്പൊ ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലീവ് എടുത്താൽ മതി. മഴ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാവുമ്പോ കുഴപ്പമില്ല. ക്ലാസ് അടയ്ക്കുകയും ചെയ്യും. നടക്കൂലല്ലേ? നിങ്ങളാരും ലീവ് ഒന്നും എടുക്കാറില്ല ക്ലാസ്സിൽ? പനിയെന്ന ആൾക്കാർക്ക് വരാണ്ടിരുന്നൂടെ എന്ന്? അതും പറഞ്ഞ ലീവ് എടുത്തൂടെ അവർക്ക്? അടുത്ത ക്വസ്റ്റ്യൻ. The domain of the relation. Find the domain of the relation. Find the domain of R. R is equal to ordered pair x plus 2 comma x plus 4 x belongs to capital N, x less than 8. x എന്താ? നാച്ചുറൽ നമ്പർ ആണ്. x ലെസ് ദാൻ 8 ആണ്. ഫസ്റ്റ് എന്താ? 3,4 ആണ് അവൻ്റെത്.
കിട്ടിയാ? ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്തൊക്കെ വരും? എക്സിന് 1 2 3 എക്സെട്രാ 7 വരെ വരും. ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കും. അപ്പൊ എന്ത് വരും? ആദ്യം 1 ഇട്ട് കൊടുക്കുമ്പോ എന്ത് വരും? 1 + 2 3,5. പിന്നെ എന്ത് വരും? 4,6. പിന്നെ 5,7. അടുത്തേതാ പിന്നെ 6,8 7,9. പിന്നെ രണ്ടോട് വരില്ലേ? 8,10 9,11 വരുമോ? എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് പറഞ്ഞേക്കണ? <8 ആയിരിക്കണം. അപ്പൊ 9,10 വരില്ല കേട്ടോ. ഏതാ ഇത് വരും? നോക്കിക്കേ, എക്സിന്റെ വാല്യൂ 8ന് താഴെ എന്നാ പറഞ്ഞേക്കണം. അല്ല, 8ന് താഴെയാണ്. ഓക്കെ, അപ്പൊ 8 ഇത് വരില്ല കേട്ടോ. എന്താണ് ചിരിക്കാൻ ഇത്ര? എക്സ് ഞാൻ ഈക്വൽ ടു ആണ് 8 ഇൻക്ലൂഡ് ചെയ്ത എക്സ്. ഓർഡർഡ് പെയർ ഇതാണ്. എക്സിന്റെ വാല്യൂ കൊടുക്കുന്നത് 8ന് താഴെ വരെ കൊടുക്കാൻ പാടുള്ളൂ, 7 വരെ കേട്ടോ. കിട്ടിയാടാ ഇത്? മാധവ് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഉറങ്ങണേന്ന് തോന്നുന്നു അവിടെ നിന്ന്. ഉറക്കത്തിന്റെ ജാതി എണീക്കണവർ. 1, നാച്ചുറൽ നമ്പേഴ്സ് 0 ഇൻക്ലൂഡഡ് ആണോ? നാച്ചുറൽ നമ്പറിൽ കേട്ടില്ലടാ. എക്സിന് 1 കൊടുക്കുമ്പോ എന്താ വേണ്ടത്? x + 2 അല്ലേ ഓർഡർഡ് പെയർ? ഓർഡർഡ് പെയർ x + 2, x + 4. അപ്പൊ 1 കൊടുക്കുമ്പോ 1 + 2 3 വരുള്ളൂ കേട്ടാ. കാണാൻ പറ്റില്ലടാ. ഇവിടെ നോക്ക്, ഇവിടെ എക്സിന് നമുക്ക് വാല്യൂ കൊടുക്കുന്ന വാല്യൂ 8ന് താഴെ ആയിരിക്കണം. അതെങ്ങനെ? എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? കൊടുക്കുന്ന എക്സ് എന്തായിരിക്കണം? ആ എക്സ് അവിടെ കൊടുക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ വാല്യൂ വരും? എടാ, എക്സ് എന്ന് പറയണ 1 2 3 4 5 7 വരെ ഉള്ളത്. 1 കൊടുത്തപ്പോഴുള്ള വാല്യൂ എഴുതി, 2 കൊടുത്തപ്പോഴുള്ളത് എഴുതി, 3 കൊടുത്തപ്പോ എഴുതി, 4 കൊടുത്തപ്പോ എഴുതി, അങ്ങനെ 7 വരെ എക്സിന് കൊടുക്കാം. ഇവിടെ നോക്ക്, 1 കൊടുത്തപ്പോ 3, പിന്നെ 5, 2 കൊടുത്തപ്പോ 4 6, 3 കൊടുത്തപ്പോ 5 7, പിന്നെന്താ 4 അല്ലേ? 6 8, 5 കൊടുത്തപ്പോ 7 9. 6 കൊടുക്കണം. 6 കൊടുക്കുമ്പോ 8 10. പിന്നെ 9 11. ഇതെന്തിത്ര ചിരിക്കാൻ? ഏതാ? അല്ലടാ, നമ്മ വാല്യൂ കൊടുക്കുമ്പോ എൻട്രീസ് ഇങ്ങനെ വരും. ഇനി വാല്യൂ കൊടുക്കാൻ പറയും. ഇനി വാല്യൂ കൊടുക്കുമ്പോ എന്താവും? x = 8 കൊടുത്തു വിചാരിച്ചു. അപ്പൊ ഇവിടെ എന്താവും? 8 + 1 10 വരും. അതവിടെ എൻട്രി ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഏത്? അല്ല, ഇവിടെ ശ്രദ്ധിക്ക്, എക്സിന്റെ വാല്യൂ 1 to 7 വരെ കൊടുക്കാം. ആ ഒരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ വരുന്ന എൻട്രീസ് എന്ത് വേണമെങ്കിലും ആകാം. മനസ്സിലായാ? അടുത്ത ക്വസ്റ്റ്യൻ.
let R be the relation defined by let R be the relation defined by let R be the relation defined by R is equal to ordered pair x comma x plus 5. X plus y, where x belongs to 0, 1, 2, 3, 4, 5. Find the range and domain. Find range and domain. ഡൊമൈനും റേഞ്ചും ആ ഇതാ എത്ര കിട്ടി? ഡൊമൈൻ 0 1 2 3 4 5 റേഞ്ച് 5 6 7 8 എങ്ങനെ വന്ന 0, 0, 5, 1, 2, 7, 3, 8, 4, 9, 5, 10. ഡൊമൈൻ എന്ത് വരും? D is equal to 0, 1. ഫോണ് വീതം 0, 1, 2, 3, 4, 5. Range 5, 6, 7, 8, 9, 10. കിട്ടിയാടാ വാല്യൂ? അതന്നെ കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ എത്തിക്കേ. എടാ മിണ്ടാണ്ടിരിക്കടാ. എന്താ ഇഫ് എഫ് അടുത്ത എത്തിക്കേ. ഇഫ് ordered pair 4x plus 3 y is equal to 3x plus y minus 2. Find x and y.
പറയട്ടെ എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് പഠിപ്പിച്ചായിരുന്നു നിങ്ങള്? ജി ഓഫ് എഫ് ഓഫ് എക്സ് നിങ്ങളെ ഏത് ക്ലാസ്സിൽ എടുത്തായിരുന്നു ഇത്? ചാപ്റ്റർ എടുത്താ? ഇല്ലല്ലോ, ഫുള്ള് കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലടാ, ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞായിരുന്നാ? അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കെ, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x plus 3, then which among the following gives a maximum value? Then which among the following gives maximum value of f? Gives maximum value to f. F of 1, f of 2, f of 3. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതിൽ ഏത് വാല്യൂ ആണ് എഫിന് മാക്സിമം വാല്യൂ തരണേന്ന്? എന്ത് ചെയ്യണം? കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ് 1 കണ്ടുപിടിക്ക്, എഫ് ഓഫ് 2. എത്ര കിട്ടി? എഫ് ഓഫ് 3 ആണ് കേട്ടോ മാക്സിമം വാല്യൂ. എത്ര വാല്യൂ? അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചിട്ട് പോയി. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ ഫംഗ്ഷന്റെ നിങ്ങൾ പോയിക്കോടാ. നിങ്ങൾ വരച്ചാലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗ്രാഫുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ടുണ്ടോ അടുത്ത ക്ലാസ്സിൽ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഏത് ട്രിഗണോമെട്രി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, 3rd ചാപ്റ്റർ.